വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വളരെ വൈകി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഓണം ബ്ലോഗാണ് കേട്ടോ. ഇത് അച്ഛൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം ഓണമൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പൂക്കളിടാനും സദ്യ ഒരുക്കാൻ ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ഓണം ഇല്ലാത്തതുകൊണ്ട് തന്നെ വിവേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഓണം ഫുള്ള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിന് വിമലമ്മക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ പ്ലാനും അങ്ങോട്ട് പൊളിഞ്ഞു. ഓണക്കായിട്ട് എങ്ങനെ വെറുതെ ചൊറിയങ്ങത്തി വീട്ടിലിരിക്കണേ അല്ലേ. അമ്മ വിളിച്ചപ്പോൾ എന്തായാലും ഉമ്മയുടെ പനിയും ജലദോഷമൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് പറവൂർ വരെ പോയിട്ട് വരാമല്ലോ എന്ന് കരുതി ഒരുങ്ങി ഇറങ്ങിയതാട്ടോ. പിറന്നാളിന് ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സ് എടുത്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓണക്കോടി എടുക്കാൻ ഞാൻ മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്വന്തമാരെ വേസ്റ്റിംഗ് കൊണ്ടുവന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് നമ്മൾ വാങ്ങിയത് കൂടാണ്ട് ഒരുപാട് ഓണക്കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറാൻ കുഞ്ഞുസിന് ഭയങ്കര ധൃതിയാണ് കേട്ടോ. മറ്റെപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മളെ കൂടെ രശ്മിയോ മാളോ ശ്രീനിയോ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ഓണത്തിരക്കിലായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഒറ്റക്കാണ് കേട്ടോ അവരെ എടുത്തിട്ട് പോകാൻ പോണേ. രണ്ടാൾക്കും എന്ത് പറ്റിയെന്ന് അറിയില്ല. മറ്റേ കാറിൽ കയറിയ രണ്ടാളും രണ്ട് പുറത്ത് അലമ്പാക്കുന്ന ടീമായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, രണ്ടാൾ അടങ്ങി ഒതുങ്ങി എന്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടി കയറി കുറച്ച് കഴിയുമ്പോഴത്തേനും കുഞ്ഞൂസിന് എന്താണെന്നറിയില്ല ഉണ്ണൂസിനോട് ഭയങ്കര സ്നേഹം ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം സ്നേഹിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. മറ്റെപ്പോഴും കടിയും പിടിയും ഒക്കെ ആയിട്ട് നമുക്ക് പിടിച്ചു വെക്കാനേ നേരം ഉണ്ടാവാറില്ല. നമ്മൾ ആദ്യം പറവൂർ പോകുന്നതിനേക്കാൾ മുന്നേ പ്രസീസിന്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ശൈലമ്മ ഇതുവരെ പിള്ളേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോയിട്ട് ശൈലമ്മേനെ ഒന്ന് കുഞ്ഞിനെ കാണിച്ചിട്ട് വരാനായിട്ട് പോയത് കേട്ടോ. കറക്റ്റ് ഊണ് കഴിക്കേണ്ട സമയമായപ്പോഴാട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓണായിട്ട് നല്ല അടിപൊളി സദ്യ കഴിക്കാൻ പറ്റിയിട്ട് നമുക്ക് ഇലയിട്ട് സദ്യയൊക്കെ വിളമ്പി തന്ന ഇപ്രാവശ്യം നമുക്ക് സുമേഷായിട്ടാണ് കേട്ടോ. കുഞ്ഞൊക്കെ മുത്താരൊക്കെ കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ഏതായാലും നമ്മൾ ചോറുണ്ണാണല്ലോ, അപ്പൊ അവർക്കും കുറച്ച് വാരി കൊടുത്തേക്കാന്ന് കരുതിക്കായിരുന്നു. കുഞ്ഞൂസ് ചപ്പിക്കണണ്ട ചോറ് ഭയങ്കര ഇഷ്ടമാട്ടോ അവർക്ക്. പ്രത്യേകിച്ച് സാമ്പാറും അവിയലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിനകത്ത് ക്യാരറ്റും ചേനയും കായും ഒക്കെ ഞരടി കൊടുത്താൽ അവർ നല്ലോണം കഴിച്ചോളിരുന്നു. അപ്പൊ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ അവിടെ മെല്ലെ ഇറങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ പറൂർ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മളാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയും പൂവിടാനും സദ്യ കഴിക്കാനും ഒന്നും നിന്നിട്ടുണ്ടായിട്ടില്ല. ജലദോഷം ആയതുകൊണ്ട് തന്നെ ഇവരെ എടുക്കാനും പിടിക്കാൻ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മാറി പിടിച്ചു കഴിഞ്ഞാൽ ഇവരെയും കൊണ്ടൊരു കഷ്ടപ്പാട് നമുക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് അവരുടെ അടുത്ത് നിന്നത്. അധികം എടുക്കാനും പിടിക്കാനും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. സദ്യയൊക്കെ കഴിച്ചു വന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. കുരുത്തക്കെട് കളിക്കാനൊക്കെ മൊത്തം പിടിച്ച് നടക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളായിരുന്നു വീട്ടിൽ. അച്ഛനെ വിളിച്ചേ, എവിടെ വന്നിനി? അപ്പു എവിടെ വന്നിനി? കുഞ്ചുറു കുഞ്ചുറു ഓത്ത മേരെ കുഞ്ഞിത്തങ്കു കുഞ്ഞിത്തങ്കുത്ത്. നീയാ മേരെ കുഞ്ഞിത്തങ്കു. നമുക്കൊരു ഷെയ്ക്കാണ്ടെന്ന് കുഞ്ചുറു കുഞ്ചുറു ഏണേ ബേട്ട ഷെയ്ക്കാൻ്റെ വെച്ചാ ഷെയ്ക്കാൻ്റെ കളി മൂട്. നമ്മൾ പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും പായസമൊക്കെ എടുത്തിട്ട് അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പ്രഥമനായിരുന്നു. അപ്പൊ പായസമൊക്കെ കുടിച്ച് പിള്ളേർക്കും കുറുക്കൊക്കെ കൊടുത്ത് അവരെ ഉറക്കി കിടത്തി. ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഓണം വിശേഷങ്ങൾ.